ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞു മെഡിസപ്പിൻ്റെ ഇപ്പോൾ പൈസ കിട്ടില്ല, നിങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു തരുള്ളൂ. അപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഈ അപേക്ഷ റിജക്റ്റ് ചെയ്തിരിക്കും. കാരണം എന്താ പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് രോഗം ശരിക്കും എന്താണ്, ഒരു അഡ്മിറ്റ് ചെയ്യാനുള്ള രോഗം ഇല്ല. അപ്പോൾ സാറ് ഡോക്ടറാണല്ലോ തീരുമാനിക്കേണ്ടത്, ഇവരല്ലല്ലോ. നിങ്ങളുടെ രോഗത്തിനനുസരിച്ച് നിങ്ങൾ 2 ദിവസം കിടന്നാൽ പോരാ. അപ്പോൾ എന്താണ്, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യും. യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ നമ്മുടെ അടുത്ത് പൈസ പിടിക്കുകയാണ്, നമ്മൾ ഇഷ്ടപ്പെട്ട് കൊടുക്കല്ലോ. ഇപ്പോൾ ഇതാണ് മെഡിസപ്പിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഈ മെസ്സേജ് പല വാട്സപ്പ് ഗ്രൂപ്പിൽ കിട്ടപ്പോൾ ഒരുപാട് ആളുകൾ, ഈ കേരളത്തിലെ മൊത്തം ആളുകൾ എന്നെ വിളിക്കുന്നു, ഇപ്പൊ പല ഭാഗത്തുനിന്ന് വിളിക്കും. നമസ്കാരം. സർക്കാർ ജീവനക്കാർക്കും പെൻഷനേഴ്സിനും വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പരിരക്ഷയാണ് മെഡിസെപ്പ് എന്ന് പറയുന്നത്. ഇത് പ്രകാരം പ്രതിവർഷം ഏകദേശം 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഇതിന്റെ ഉപഭോക്താക്കൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. എന്നാൽ ഈ മെഡിസെപ്പിൽ നിന്നും ഉണ്ടായ ഒരു ദുരനുഭവമാണ് കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിയായിട്ടുള്ള സോമൻ ചേട്ടന് നമ്മളോട് അറിയിക്കാനുള്ളത്. അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടന്റെ ഭാര്യയ്ക്ക് പിത്താശയ സംബന്ധമായ അസുഖമായിട്ട് ബന്ധപ്പെട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത സമയത്താണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. എന്താണ് സംഭവിച്ചത് നമ്മുടെ പ്രേക്ഷകരൊന്ന് വ്യക്തമാക്കുമോ? ആദ്യമായിട്ട് ഞാൻ ഇത് രോഗം വന്നപ്പോൾ വൈറൽ ഫീവർ എന്നുള്ള രീതിയിലാണ് ഈ മനസ്സിലാക്കിയത്. അങ്ങനെ വടകര ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ചെയ്തത്. അപ്പൊ അവര് പറഞ്ഞത് ഇത് വൈറൽ ഫീവർ ആണ്. 2 ദിവസമാണ് അഡ്മിറ്റ് ചെയ്തത്. 2 ദിവസം അഡ്മിറ്റ് ചെയ്തിട്ട് അവര് ബില്ലടയ്ക്കാൻ പറഞ്ഞു. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ബില്ലടയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ മെഡിസപ്പ് ഉണ്ട്, മെഡിസപ്പിന്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ രേഖകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവര് മെഡിസപ്പ് ഉണ്ടെന്ന് അവർ പറഞ്ഞു. ഹോസ്പിറ്റലിൽ അംഗീകരിച്ചു. എംപാനൽ ചെയ്ത ഹോസ്പിറ്റലാണ്, അവിടെ മെഡിസപ്പ് ഉണ്ട്, അതിന് പ്രത്യേക കൗണ്ടറൊക്കെ ഉണ്ട്, അവിടെ ഞാൻ ഇതിന്റെ രേഖകളൊക്കെ ഹാജരാക്കി. അപ്പോൾ അവര് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞു മെഡിസപ്പിൻ്റെ ഇപ്പൊ പൈസ കിട്ടില്ല, നിങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു തരുള്ളൂ, ഇപ്പം നിങ്ങൾ ബില്ല് അടയ്ക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഏതാണ്ട് ഒരു 19,000 റുപ്യന്റെ അടുത്ത് ബില്ലടച്ചു. എത്ര ദിവസം ഹോസ്പിറ്റലിൽ? അവിടെ 2 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. 2 ദിവസം കിടന്നു. അപ്പൊ അവിടുന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോയി. അപ്പോ ഇങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് അറിയിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ 2 ദിവസം കഴിഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ അവര് പറഞ്ഞു നിങ്ങളെ ഈ അപേക്ഷ റിജക്ട് ചെയ്തിരിക്കും. കാരണം എന്താ പറഞ്ഞു വെച്ചാല് നിങ്ങൾക്ക് രോഗം ശരിക്കും എന്താണ്, ഒരു അഡ്മിറ്റ് ചെയ്യാനുള്ള രോഗം ഇല്ല. അപ്പൊ സാറ് ഡോക്ടറാണല്ലോ തീരുമാനിക്കേണ്ടത്, ഇവരല്ലല്ലോ. ഡോക്ടർ തീരുമാനിച്ച പ്രകാരമാണ് നമ്മൾ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. 24 മണിക്കൂർ അഡ്മിറ്റ് ചെയ്താൽ ശരിക്കും ചെയ്യണം ഈ പരീക്ഷ കിട്ടണമെന്നാണ് നിയമപ്രകാരം. അപ്പൊ അവര് വളരെ വിചിത്രമായ ന്യായം പറയുന്നത്. നിങ്ങൾക്ക് അതിനുള്ള അസുഖമില്ല, ഡോക്ടർ എന്തോ തെറ്റി നിങ്ങൾ അഡ്മിറ്റ് ചെയ്തായിരിക്കും എന്നുള്ള രീതിയിൽ, അതുകൊണ്ട് നിങ്ങളെ അപേക്ഷ ക്യാൻസൽ ചെയ്തു. അത് അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചാൽ വീട്ടിലെത്തിയപ്പോ വീണ്ടും രോഗി ഒരു വല്ലാതെ രോഗം മൂർച്ഛിക്കായി, ഭാര്യയ്ക്ക് രോഗം കൂടി. കാരണം ഇവർക്ക് ഈ ശരിയായ ഇത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയില്ല, രോഗം നിർണ്ണയിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അതിന്റെ ഫലമായിട്ട് വീട്ടിലെത്തി വല്ലാതെ വർദ്ധിച്ചപ്പോൾ വീണ്ടും തീരെ അവശ്യ നിലയിലായിപ്പോയി, ഏതാണ്ട് അബോധാവസ്ഥയിൽ എത്തുന്ന രീതിയിലേക്കായിപ്പോയി. അപ്പൊ ഞാൻ വീണ്ടും അതേ ഹോസ്പിറ്റലിൽ തന്നെ ഒന്നുകൂടി അഡ്മിറ്റ് ചെയ്തു. അപ്പൊ അവര് പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്തു. അവര് പിന്നെ കൂടുതൽ ടെസ്റ്റുകൾ നടത്തി, സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റൊക്കെ നടത്തി. അപ്പൊ എന്താ സംഭവിച്ചത്, ഇത് പിത്താശയത്തിൽ കല്ല് നിറഞ്ഞിട്ട് അത് ബ്ലോക്ക് ആയിരിക്കും. അപ്പൊ ആകെ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് മാത്രമല്ല, അവിടെ മാത്രമല്ല, ഇൻഫെക്ഷൻ മൊത്തത്തിൽ ശരീരത്തെ ബാധിച്ചിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇവരിങ്ങനെ അബോധാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷനെത്തി. അപ്പൊ അവരെന്നോട് പറഞ്ഞിങ്ങനെ നമുക്ക് പെട്ടെന്നൊരു സർജറി ചെയ്യേണ്ടി വരും, ഇതിപ്പോ റിമൂവ് ചെയ്യൽ മാത്രമാണ് ഇതിനുള്ള ഒരു ചികിത്സയുള്ളൂ, ഇത് പെട്ടെന്ന് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടെ ഇതിനുള്ള സർജറി ചെയ്യാനുള്ള ഡോക്ടേഴ്സ് ഇല്ല, വടകരയില്ല. അപ്പൊ അതിനുള്ള യോഗ്യതയുള്ള ആൾക്കാർ അന്വേഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഏതായാലും അവിടുത്തെ ഡിസ്ചാർജ് ആവാണ്, കോഴിക്കോടേക്ക് പോകുന്നു. അങ്ങനെ ഞാൻ അവിടുത്തെ ഡിസ്ചാർജ് നിർബന്ധിച്ചു. അവർക്ക് വലിയ താല്പര്യമില്ല ഡിസ്ചാർജ് ചെയ്തിട്ട്. അപ്പൊ അവർ പിന്നെ എന്തായാലും ചില ടെസ്റ്റ് വേണമെന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു തൽക്കാലം വേണ്ട, ഞാനിങ്ങനെ കോഴിക്കോടേക്ക് പോകുന്നു. അങ്ങനെ അപ്പൊ എന്ത് ചെയ്തു, ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ബില്ല് അടയ്ക്കണല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു ഏതാണ്ട് 29,000 റുപ്യൻ്റെ ബില്ല് വരുന്നു. അതായത് ആദ്യം 20,000 രൂപ അടുത്ത പിന്നെ വീണ്ടും 29,000 റുപ്യന്റെ ബില്ല് അടയ്ക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ മെഡിസപ്പ് ഉണ്ട്, മെഡിസപ്പിന്റെ അപേക്ഷ നേരത്തെ പറഞ്ഞ പോലെ 2 ദിവസം കഴിഞ്ഞിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ 2 ദിവസം ഇല്ല, അതും കിട്ടി. അപ്പൊ 2 ദിവസം കഴിയുമ്പോൾ അവര് മറുപടിയാണ് വിചിത്രം. അപ്പൊ അവരെന്താ പറഞ്ഞാൽ നിങ്ങൾ രോഗി നിങ്ങൾ അഡ്മിറ്റ് ഓക്കെയാണ്, പക്ഷെ നിങ്ങൾക്ക് എന്താണ് 2 ദിവസം പോരാ, നിങ്ങളുടെ രോഗത്തിനനുസരിച്ച് നിങ്ങൾ 2 ദിവസം കിടന്നാൽ പോരാ. അപ്പോ എന്താണ്, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, റിജക്ട് ചെയ്യും. ആദ്യം പറഞ്ഞത് എന്താണ്, രോഗം ഇല്ല, നിങ്ങൾക്ക് ആന്റിബയോട്ടിക് ഒന്നും ഡോക്ടർ തന്നില്ല. ഇപ്രാവശ്യം ആന്റിബയോട്ടിക് തന്നിട്ടുണ്ട്. പക്ഷെ എന്താണ്, ആന്റിബയോട്ടിക് തരുമ്പോൾ എന്താണ് ഒരു മിനിമം ഒരു 3 ദിവസമെങ്കിലും അഡ്മിറ്റ് ആവണം, എന്നാലേ നിങ്ങൾ അംഗീകരിക്കുള്ളൂ. അങ്ങനെ അവിടെ റിജക്ട് ചെയ്യും. അപ്പൊ ആ പൈസ എല്ലാം അടിച്ച് ഞങ്ങള് നേരെ കോഴിക്കോടേക്ക്. അപ്പോഴേക്കും രോഗി വളരെ ആംബുലൻസിലാണ് കൊണ്ടുവന്നു അവിടത്തേക്ക്, കോഴിക്കോടും ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിനെ. അപ്പൊ അവിടെ അഡ്മിറ്റ് ചെയ്ത് അവിടെ എത്തിയപ്പോൾ തന്നെ അവർ പറഞ്ഞു പെട്ടെന്ന് സർജറി ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ സർജറി ചെയ്തു. അപ്പൊ അവിടെ ഇതുപോലെ ബില്ലൊക്കെ ആദ്യം അടയ്ക്കണം. ബേബി മെമ്മോറിയൽ ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ശരിക്കും ഒരു ബിസിനസ് ആണ്. ജനങ്ങളെ രോഗികളുടെ കാര്യം അവർക്ക് പ്രശ്നമല്ല.
പക്ഷെ അപ്പൊ ബില്ലിങ്ങനെ അടച്ചോണ്ടിരിക്കണം ദിവസം ഇങ്ങനെ 25-30 ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ എന്തിനാ അതിന് മുന്നേ ഒരു 1 ലക്ഷം അടക്കണം. അങ്ങനെ അതെല്ലാം അടച്ചു. കാരണം നമ്മൾ പേഷ്യന്റ് രക്ഷപ്പെടാനല്ലോ ആ രീതിയിൽ അടച്ചു. അപ്പോഴും അവിടെ മെഡിസപ്പ് കൊടുത്തിട്ടുണ്ട്. മെഡിസപ്പ് ഒക്കെ രേഖകൾ കൊടുത്ത് റെഡി. മെഡിസപ്പ് കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചു. അങ്ങനെ ബില്ലടച്ച ഏതാണ്ട് തന്നെ അവിടെ 3,96,000 അടച്ചു. ബില്ല് ഡിസ്ചാർജ് ചെയ്തു 10 ദിവസം. കോഴിക്കോട് ബേബി മാത്രം, മറ്റേതല്ല. മറ്റേത് അവിടെ എപ്പിസോഡ് കഴിഞ്ഞു. ബേബിയിൽ മാത്രം 3,96,000 അടച്ചു. അപ്പൊ അവര് എന്താ പറഞ്ഞു, ഇത് അവിടെ ഇത് തന്നെ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് വരികയുള്ളൂ, ഇവിടെ നിങ്ങൾ മുഴുവൻ അടയ്ക്കണം, പൈസ അടയ്ക്കണം, 2 ദിവസം കഴിഞ്ഞിട്ട് വരും. അപ്പൊ അങ്ങനെ ശരി, അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയി. അപ്പോ വീട്ടിലെത്തി 2 ദിവസം കഴിഞ്ഞപ്പോ അവര് മറുപടി എന്ന് വെച്ചാല് ഇങ്ങനെ 41,200 രൂപ പാസ്സായിട്ടുണ്ട്. ആകെ 4 ലക്ഷത്തിനടുത്ത് ചെലവാക്കിയിട്ട്. അതായത് ഇപ്പൊ 3,90,000 നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചെലവാക്കി. പിന്നെ വടകരയിൽ ഏകദേശം ഒരു 80,000 രൂപയ്ക്ക് ചെലവാക്കി. അത്രയും ചെലവാക്കിയിട്ട് നമുക്ക് ആകെ കിട്ടുന്ന പൈസ 41,200 അപ്പൊ അത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പ്രതീക്ഷിച്ചത് എന്താണ്, 5 ലക്ഷം കവറേജ് ഉണ്ടെന്നാണല്ലോ. അപ്പൊ ഇത് എന്നെ സംബന്ധിച്ച് മാത്രമല്ല, പല ആളുകളും ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ആൾക്കാർക്ക് അനുഭവമുണ്ട്. യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ നമ്മുടെ അടുത്ത് പൈസ പിടിക്കുകയാണ്, നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് കൊടുക്കുകയല്ല. സാധാരണ നമ്മൾ പോളിസി എടുക്കുക, നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടില്ലേ, എനിക്കൊരു പോളിസി വേണം. എന്നാൽ അങ്ങനെ ഇതല്ല, സർക്കാർ നമ്മുടെ അടുത്ത് നിർബന്ധമായിട്ട് പണം പിടിച്ചെടുത്തിട്ട് അവര് കമ്പനിക്ക്, ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കുക. ഓറിയന്റൽ ഇൻഷുറൻസ് ആണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും അങ്ങനെ പിടിച്ചു കൊടുക്കുമ്പോൾ സർക്കാരിന്റെ ഉത്തരവാദിത്തം ഉണ്ടല്ലോ, നമ്മളെ പൈസ ഈ കവറേജ് തരണം എന്നുള്ള ഉത്തരവാദിത്തമില്ലേ, അത് ആ രീതിയിൽ ഒരു കാര്യവും സർക്കാർ ചെയ്യുന്നില്ല. നമ്മളത് പണം മാത്രമല്ല, സാധാരണ ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തം എന്ന് വെച്ചാല് ഇങ്ങനെ ഒരു പരീക്ഷ കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ ഈ ഇൻഷുറൻസ് കമ്പനിക്കാർ ചിലപ്പോൾ ഇത് കുറവാണ്, പ്രീമിയം കുറവാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടം എന്നൊക്കെ പറയുമായിരിക്കും. അങ്ങനെ പറയുകയാണെങ്കിൽ സർക്കാർ എന്ത് ചെയ്യണം, പൈസ സർക്കാരിന്റെ വീതം കൊടുക്കല്ലേ വേണം. അങ്ങനെയാണല്ലോ സാധാരണ ചെയ്യും. സർക്കാർ ഒരു പദ്ധതി ചെയ്യുമ്പോൾ അതല്ലേ ചെയ്യും. സർക്കാർ നമ്മളെ ക്ഷേമത്തിന് വേണ്ടിയാണ് നിൽക്കുന്നതെങ്കിൽ സർക്കാർ എന്ത് ചെയ്യണം, അതിന്റെ ഇത് കൊടുക്കണം, ആ ഒരു വീതം. അപ്പൊ ഇതിവിടെ ഒരു വീതവും കൊടുക്കുന്നില്ല, നമ്മളത് പൈസ പിടിച്ച് നേരെ അവർക്ക് കൊടുക്കും. സർക്കാർ ഒരു മീഡിയേറ്റർ, ചിലപ്പോൾ എന്താണ് സർക്കാരിന് കമ്മീഷൻ കിട്ടുന്നുള്ളത് നമുക്കറിയില്ല. കാരണം സാറിന് ഒരു LIC ഏജന്റിന് കമ്മീഷൻ കിട്ടില്ലേ. നമ്മളിപ്പോ ഒരാളെ ചേർത്ത് കൊടുത്താൽ എന്താ നമുക്ക് കമ്മീഷൻ തരും. അപ്പൊ അതുപോലെ ഒരു അവസ്ഥയാണ് സർക്കാരിന്റെ ഒരു സാധനം സർക്കാർ ചെയ്യുന്നത്. അപ്പൊ അതൊരു എന്താ വെച്ചാൽ വളരെ ഒരു ക്രൂരതയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിൽ കിട്ടുന്ന ഈ മറുപടിയൊക്കെ വല്ലാത്ത ക്രൂരതയല്ലേ. നമ്മളാകെ മാനസികമായും ശാരീരികമായും ഒക്കെ തളർന്നു കിടക്കുകയാണ്, സാമ്പത്തികമായും തളർന്നു കിടക്കുകയാണ്. കാരണം പണം നമ്മുടെ അടുത്ത് പെട്ടെന്ന് 4 ലക്ഷം ഒക്കെ ഇട്ട്, അപ്പൊ നമ്മള് ഭാഗ്യത്തിൽ നമ്മളെ പല സുഹൃത്തുക്കളും നമ്മൾ സഹായിച്ചുകൊണ്ട് മാത്രം നമുക്ക് അവിടുന്ന് ബില്ല് അടച്ച് പോരാൻ കഴിഞ്ഞു. പല സഹായം തീർച്ചയായും കിട്ടിയതുണ്ട്. അത് ആ രീതിയിലാണ്. ഇപ്പൊ ഇതാണ് മെഡിസപ്പിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഈ മെസ്സേജ് പല വാട്സാപ്പ് ഗ്രൂപ്പിൽ കിട്ടപ്പോ ഒരുപാട് ആളുകൾ, ഈ കേരളത്തിലെ മൊത്തം ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട്, പല ഭാഗത്തുനിന്ന് വിളിക്കും. അപ്പൊ അവരൊക്കെ എന്നോട് അതെ ഇതേ അനുഭവമുള്ള ഒരുപാട് ആൾക്കാർ. അപ്പൊ നമ്മളത് ഇത് എന്റെ കാര്യം മാത്രമല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇതാണ് അതിന്റെ ഒരു എന്താണ് നിജസ്ഥിതി. ഇപ്പോ എന്തിനാണ് ഇങ്ങനെ ഒരു പോളിസി നമുക്ക് വേണമെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പറയാനുള്ള ഒരു കാര്യം, ഒന്നിക്കൽ എന്ത് ചെയ്യുക, ഇവര് നമ്മളെ ഒഴിവാക്കുക. ഇത് ആവശ്യമില്ലാത്ത ഒരുപാട് ആൾക്കാർ ഈ കൊടുത്തിട്ടുണ്ട്. വേറെ ഒരുപാട് പോളിസി എടുത്ത ഒരുപാട് ആൾക്കാർ ഈ കൊടുത്തിട്ടുണ്ട്, അവർക്ക് വേണ്ട. എന്നിട്ട് അവരത് പിടിച്ചെടുത്തിട്ട് അവരെന്ത് ചെയ്യുന്നില്ല, പൈസ കൊടുക്കുന്നു. മെഡിസപ്പ് ഉപയോഗിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, അവരെ പോലും എന്ത് ചെയ്യുന്നില്ല, ഇവർ ഒഴിവാക്കുന്നില്ല. നിർബന്ധമാണിത്, കമ്പൽസറിയാണ്, നിർബന്ധമായിട്ട് പിടിക്കുക. അപ്പൊ ആ ഒരു അവസ്ഥ ഒഴിവാക്കുക. നമ്മളെ ഒഴിവാക്കി തരാം, നമുക്ക് കവറേജ് തരാൻ പറ്റില്ല. എന്തിനാ നമ്മൾ പൈസ കൃത്യമായിട്ട് ഇങ്ങനെ ഇത് പിടിക്കുക, പെൻഷൻ പിടിക്കുക, അതാണ് ഒരു അവസ്ഥ. ഇപ്പോൾ സോമൻ ചേട്ടൻ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ മാത്രം അനുഭവമല്ല, ഇത്തരത്തിൽ മെഡിസെപ്പ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും സർക്കാർ ഉദ്യോഗസ്ഥരുടെ അടുത്തുനിന്ന് ഒരു എമൗണ്ട് ഈ കാരണം പറഞ്ഞുകൊണ്ട് പിടിക്കുന്നുണ്ട്. അത് ഇത്തരത്തിൽ അവർക്ക് എന്തെങ്കിലും ആരോഗ്യപരമായ പരിരക്ഷ ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ് അതിന് ന്യായമായിട്ട് പറയുന്നത്. പക്ഷെ അവർ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഇത്തരത്തിൽ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് കൈമലർത്തുകയും പണം തിരികെ നൽകാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചൊരു വലിയ ഗുരുതരമായ പ്രശ്നം എന്ന് പറയുന്നത്. ഇത് അദ്ദേഹം പറയുന്ന പോലെ അദ്ദേഹത്തിന് മാത്രം വിഷയമല്ല, താൻ ആ സമയത്ത് തന്റെ സുഹൃത്തുക്കളും മറ്റും സഹായിച്ചതുകൊണ്ട് തനിക്ക് ബില്ലടയ്ക്കാനായിട്ട് സാധിച്ചു. എന്നാൽ ഇത്തരത്തിൽ ഈ മെഡിസപ്പിനെ ആശ്രയിച്ചിരിക്കുന്ന നിരവധി ആളുകൾ ഉണ്ടാവും. അവരോട് എന്ത് മറുപടിയാണ് പറയേണ്ടതെന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. കോഴിക്കോട് നെല്ലിക്കാടത്ത് മറുനാടൻ മലയാളി.